ചന്ദ്രലേഖ എന്താ ഇവിടെ? അതും ഈ രാത്രിയില്? ഐശ്വര്യ മാഡം വിളിച്ചിട്ട് വന്നതാ. ഓ, ചിന്നു, നിന്നെ ഐശ്വര്യ മാഡം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ, വന്ന് കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ ഇനി അത് മതി അടുത്ത പുകയിലിന്. നീ വാ. എന്നെ വിളിച്ചായിരുന്നോ? പിന്നെ വിളിക്കാതെ ഇവര് നിന്നോട് വന്ന് കള്ളം പറയോ? വിളിച്ച കാര്യമാണ് ചോദിച്ചത്. കാര്യം ഉണ്ടായതുകൊണ്ടല്ലേ വിളിച്ചത്. ഇനി ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങളോട് പലതവണ ഞാൻ ആവർത്തിച്ചതാ, ആരോടെങ്കിലും ഞാൻ സംസാരിക്കുമ്പോ അത് കേൾക്കാനായിട്ട് കാതും കൂർപ്പിച്ച് ഇവിടെ വന്ന് നിൽക്കരുതെന്ന്. വിളിപ്പിച്ച കാര്യം മറ്റൊന്നുമല്ല. ഈ വീട്ടിൽ നീ ഉൾപ്പെടെ 3 ജോലിക്കാരുണ്ട്. 3 അല്ല 2. അതെന്താ, നിന്റെ തള്ള ആ ഗണത്തിലുള്ളതല്ലേ? അല്ല. ശരി, എങ്കിൽ നിങ്ങൾ 2 പേരും. കുറെ ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുക 2 പേരുടെ ആവശ്യം ഇവിടെ ഉണ്ടോന്ന്. അങ്ങനെ അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി. ഇതിലൊരാളെ ഓഫീസിലോട്ട് മാറ്റാമെന്ന്. അവിടെ ക്ലീനിങ് സ്റ്റാഫ്സ് കുറവാ. അപ്പോ നിങ്ങളിലൊരാൾ അങ്ങോട്ട് വരണം. ആ മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് നിനക്കാ. വരേണ്ട ഡേറ്റ് ഞാൻ അറിയിക്കാം. ഞാൻ വരില്ല. ഇവിടെ വീട്ടു ജോലിക്കാ ഇവിടുത്തെ മാഡം എനിക്ക് ശമ്പളം തരുന്നേ, ഓഫീസ് ജോലിക്കല്ല. ഏതു മാഡം? മാഡം ഒക്കെ ഇപ്പൊ ഞാനല്ലേ. ആരായാലും ശമ്പളം തരുന്നത് രമ മാഡോ. അല്ലെങ്കിൽ മാഡം പറയട്ടെ ഓഫീസ് ജോലിക്ക് വരാൻ, അപ്പൊ ഞാൻ ആലോചിക്കാം. നീ കൂടുതൽ പറഞ്ഞു കയറണ്ട. കാരണം നമ്മുടെ ഈ സീനിന്റെ അവസാനം നീ വരാന്ന് സമ്മതിക്കും. നിന്നെ ഞാൻ സമ്മതിപ്പിക്കും. നീ രമാദേവിയുടെ കയ്യിൽ നിന്നല്ല, എന്റെ കയ്യിൽ നിന്ന് വേണം കൂലി വാങ്ങാൻ. എനിക്കറിയാം നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ ശമ്പളക്കാരിയായി എന്നെ നിർത്തി കഷ്ടപ്പെടുത്തണം നിങ്ങൾക്ക്. അത് നടക്കില്ല. നടത്തും. എന്റെ ഈ ആവശ്യത്തിന് നിന്റെ അമ്മയുടെ ജീവനോളം വിലയുണ്ടെന്ന് ഞാൻ പറയുന്നതോടെ എന്റെ ആവശ്യം നടന്നു കഴിയും. മനസ്സിലായില്ലല്ലേ? കുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും ജയിലിൽ തന്നെ അല്ലേ, കൊലപാതക കുറ്റത്തിന്? അത് കുട്ടിയുടെ അമ്മ സീത അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? കുട്ടിക്ക് അത് അമ്മയോട് പറയാൻ മടിയാണെങ്കിലേ ഞാൻ പറയാം. ദേ, പിന്നൊരു കാര്യം, ഞാനിത് അവരോട് പറയുമ്പോ അവർ കേൾക്കുന്ന ഷോക്കില് അവർക്ക് നെഞ്ചുവേദന വന്ന് ചങ്കുപൊട്ടി മരിച്ചാ എന്നെ കുറ്റം പറയരുത്, പറഞ്ഞേക്കാം. ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ അല്ലേ? ഞാൻ പറയുന്ന ദിവസം മുതൽ നീ ഓഫീസിൽ വന്നു തുടങ്ങണം. ഇല്ലെങ്കിലേ സീതമ്മ ഇപ്പൊ നിന്റെ സമ്മതം നിന്റെ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. അതാ ഞാൻ പറഞ്ഞത് ഈ സീൻ തീരുമ്പോ നീ സമ്മതിക്കൂന്ന്. വെറുതെ സമയം കളയാനായിട്ട് ഭീഷണിപ്പെടുത്തിയാലേ കാര്യം നടക്കൂന്ന് പറഞ്ഞാ പിന്നെന്ത് ചെയ്യാനാ?
ചന്ദ്രനിലേക്ക് ഇതുവരെ പോയില്ലേ? പോകാൻ തുടങ്ങിയപ്പോ ഐശ്വര്യ മേഡം ചിന്നുവിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ചിന്നുവിന്റെ കൂടെ വന്നതാ. ചന്ദ്രലേഖ എന്താ ഇവിടെ? അതും ഈ രാത്രിയില്? ഐശ്വര്യ മേഡം വിളിച്ചിട്ട് വന്നതാ. ഓ, മുൻപ് എന്റെ കൺമറവിൽ നടന്ന സംഭവങ്ങൾ ഇപ്പോ എന്റെ കൺമുൻപിൽ തുടങ്ങി. ആ ഐശ്വര്യ മാഡം വിളിച്ചിട്ട് വന്നവളാണെങ്കിൽ ഐശ്വര്യ മാഡത്തെ കണ്ടിട്ട് തിരികെ പോയിക്കൂടെ? അപ്പോ അതല്ല ഉദ്ദേശം. ഞാനില്ലാത്തതൊക്കെ നോക്കി വരണം, കാണണം, സംസാരിക്കണം. എന്തായിരുന്നു ചർച്ചയിലെ പ്രധാന അജണ്ട? ഈ പാവൻ രമാദേവിയെ തട്ടിക്കളയാനുള്ള പ്ലാൻ വല്ലതുമായിരുന്നോ? അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അതിനു മുൻപേ ഞാനായിട്ടങ്ങ് മാറിത്തരാം. തട്ടിക്കൊണ്ടുപോകലും തട്ടിക്കളയലും ഒക്കെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഓ, പറയുന്നത് പോലെ ഈ ഡിപ്പാർട്ട്മെന്റ് വേറെയാണല്ലോ അല്ലേ? വാർദ്ധക്യ പ്രണയ ഡിപ്പാർട്ട്മെന്റ്. നടക്കട്ടെ. സൗകര്യങ്ങളൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. ഒരു നിരാശാ കാമുകന്റെ ഭാവം ജയേട്ടന്റെ മുഖത്തുണ്ട്. ഈ പ്രായത്തിൽ അതൊട്ടും നല്ലതല്ല. സമയം കിട്ടുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. നിരാശാ കാമുകന്റെ വേഷമാണോ നല്ലൊരു ഭർത്താവിന്റെയും നല്ലൊരു അച്ഛന്റെയും വേഷമാണോ ഈ കഥയില് ജയേട്ടൻ ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന്?